ഈ അർജന്റീന ആരാധകരുടെ വീട്ടിലേക്ക് ഒരു അർജന്റീനക്കാരി എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? വയനാട്ടിലെ അർജന്റീന ആരാധകരുടെ വീട് അങ്ങനെ ഒരു അർജന്റീനിയൻ വിദ്യാർത്ഥിനി സന്ദർശിച്ചിരിക്കുകയാണ്. ഋഷികേശിൽ വിദ്യാർത്ഥിനിയായ കർലയാണ് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടറിഞ്ഞ് മീനങ്ങാടിയിലെ ഉമ്മർ അലിയുടെ വീട്ടിലേക്ക് എത്തിയത്. അർജന്റീനയുടെ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന വീടും വീട്ടുകാരെയും കണ്ട് കർല ശരിക്കും പകച്ചുപോയി. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ഉമ്മർ അലിക്കൊപ്പം ഫോട്ടോയും എടുത്താണ് കർല മടങ്ങിയത്. അർജന്റീനയിൽ നിന്നുള്ള ഒരു വനിത വരികയും വീട് സന്ദർശിക്കുകയും ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും റൂമുകളൊക്കെ സന്ദർശിച്ചു. വീട്ടിൽ വെച്ച് ഞങ്ങളെ കൂടെ നിന്ന് ഫാമിലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. സുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കുറേ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് മൈസൂർ വന്ന് അവിടുന്ന് ബുള്ളറ്റിലാണ് പോകുന്നത്. അത് വളരെ ഒരു അംഗീകാരമായി തോന്നി. കാരണം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ദേശവും ജാതിയും ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു സന്ദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വരവിനെ ഞങ്ങൾക്ക് തോന്നിയത്. അവർ വന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരാളെപ്പോലെ പെരുമാറി. അത് വളരെ സന്തോഷം. ഉമ്മർ അദ്ദേഹം ഹാപ്പിയാണ്, കർല ഡബിൾ ഹാപ്പിയുമാണ്. ഇരുവരുടെയും മുഖം കാണുമ്പോൾ തന്നെ അതിങ്ങനെ മനസ്സിലാവുകയാണ്. എം കമൽ നമുക്കൊപ്പം ചേരുകയാണ്. കമൽ, ഈ കടൽ കടക്കുന്ന സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുക അത് കാൽപന്ത് കളിയോടുള്ള സ്നേഹമാണ്. ആ കാൽപന്ത് കളിയോട് നമുക്ക് ഇതുവരെ ഇന്ത്യക്ക് കളിക്കാനൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാ ടീമിനും വേണ്ടിയിട്ട് നമ്മളിവിടെ പൊരുതി സ്നേഹിക്കുകയാണ്. അതിനോടുള്ള ആത്മാർത്ഥത, ആരാധന, ആവേശമൊക്കെ ഇങ്ങനെ നമ്മൾ പല തരത്തിൽ പ്രകടിപ്പിക്കുകയാണ് മലയാളികൾ. അതിനിടയിലാണ് ഒരു അർജന്റീനക്കാരി വീട്ടിലേക്ക് എത്തുമ്പോൾ, ഒരു കുട്ടി വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എത്രമാത്രം ഹാപ്പി ആയിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അതേ സമയത്ത് തന്നെ സ്വന്തം രാജ്യത്തെ ഇങ്ങനെ ഒരു ഇന്ത്യ എന്നൊരു എവിടെയോ ഉള്ളൊരു ഇന്ത്യ, എവിടെയോ ഉള്ളൊരു കേരളം, അതിലെവിടെയോ ഉള്ളൊരു വയനാട്ടിലെ ഒരു ഉമ്മർ ഇത്രമാത്രം സ്നേഹിക്കുന്നു പറയുമ്പോൾ കർലയുടെ ഒരു മാനസികാവസ്ഥ മൊത്തം പകച്ചു പോയിരുന്നോ? മീനങ്ങാടിയിലെ അർജന്റീന വീടിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ തത്സമയത്തിൽ തന്നെ പറഞ്ഞതേയുള്ളൂ. ഫുട്ബോൾ താരങ്ങളായ ഉമർ അലിയുടെയും അസർ അലിയുടെയും വീട് മൊത്തം അർജന്റീന മയമാണ്. മതിലിൻ്റെ നിറം, ഗേറ്റിൻ്റെ നിറം, തോരണങ്ങൾ, വീടിനകത്തെ കർട്ടൻ, ടേബിൾ ക്ലോത്ത് ഒക്കെ അർജന്റീന പതാകയുടെ നിറമാണ്. കൂടാതെ എല്ലാവരും അർജന്റീനയുടെ ജേഴ്സിയിൽ ലോകകപ്പിൻ്റെ മാതൃക, ഒരുപാട് ചിത്രങ്ങൾ, അങ്ങനെ അർജന്റീനയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു വീട്. അതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് ഋഷികേശിൽ പഠിക്കാനെത്തിയ അർജന്റീനക്കാരി കർല ഈ വീട് അന്വേഷിച്ചെത്തിയത്. ഒരു സുഹൃത്തിനോടൊപ്പം മൈസൂരുവിൽ നിന്നാണ് മീനങ്ങാടിയിലെത്തിയത്. വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ കർലയും ഞെട്ടിപ്പോയി. അവരും ഇത്രയധികം പ്രതീക്ഷിച്ചില്ല. ഇത് മൊത്തം അർജന്റീന മയം. അങ്ങനെ അതൊക്കെ കണ്ടു, എല്ലാം വീഡിയോയിൽ പകർത്തി നാട്ടിലുള്ള പല സുഹൃത്തുക്കളെയും വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് വീട്ടുടമസ്ഥനോടൊപ്പം രണ്ടുപേരും ജേഴ്സിയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്താണ് മനസ്സ് നിറഞ്ഞാണ് കർല മടങ്ങിയത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ പോലൊരു രാജ്യത്ത് പഠിക്കാൻ വരുന്നു. അവിടുത്തെ ഒരു സംസ്ഥാനത്ത്, ഒരു കൊച്ചു പ്രദേശത്ത് അവരുടെ രാജ്യത്തെ ഫുട്ബോൾ ടീമിനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ, അതിൽ ഒരു വീട് മൊത്തം അർജന്റീന മയം. അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരുപക്ഷെ നമുക്ക് പറഞ്ഞറിയിക്കാനാകില്ല. എന്തായാലും മനസ്സ് നിറഞ്ഞാണ് അവർ മീനങ്ങാടിയിൽ നിന്ന് മടങ്ങിയത്.